അതോടൊപ്പം തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഈ ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല പോരാട്ടം നടത്താൻ നമ്മെ മനസ്സുകൊണ്ട് പ്രാപ്തമാക്കുന്ന ആ ഭീകരവിരുദ്ധ പ്രതിജ്ഞ നമുക്കൊന്നു ചേർന്ന് ഏറ്റുചൊല്ലാം. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തെ ഞാൻ ശക്തമായി അപലപിക്കുന്നു. നിരപരാധികളുടെ ചോര വീഴ്ത്താൻ നേതൃത്വം നൽകുന്ന രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ഭീരുക്കളായ വിഘടനവാദികളെ പ്രതിരോധിക്കേണ്ടത് എൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതീവ ഹൃദയഭേദകമായ ഭീകരാക്രമണത്തിൽ തളരാതെ പോരാടേണ്ട സമയമാണിതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നമ്മുടെ നാടിൻ്റെ സുരക്ഷയും സമാധാനവും തകർക്കുന്ന ഭീകരവാദികൾക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി പോരാടാം. താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അടിസ്ഥാനപരങ്ങൾക്ക് വേണ്ടിയും ജാതിമത ഭേദമന്യേ പോരാടിയ ഒരു മത മേലധ്യക്ഷനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ലോകത്തിലെമ്പാടുമുള്ള ക്രൈസ്തവരെ സംബന്ധിച്ച് വലിയൊരു ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അതിൽ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ മതേതരത്വ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രം എന്ന നിലയ്ക്ക് ഏറെ അദ്ദേഹത്തിന് വലിയൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം ഭാരതം സന്ദർശിക്കാനുള്ള ഒരു വേളയിലാണ്, അടുത്ത വർഷം ഭാരതം സന്ദർശിക്കുന്ന ഒരു വേളയിലാണ് അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള ഈ ചരമം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിസ്ഥാന വർഗങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്കും അവരുടെ ഉന്നമനത്തിന് വേണ്ടി മറ്റ് മതരാഷ്ട്രീയ മറ്റ് മത ചിന്തകൾക്ക് ആയിട്ടുള്ള ആളുകൾക്കുമെല്ലാം വലിയൊരു ആശ്വാസമായിരുന്നു ഈ മാർപ്പാപ്പ. ആ മാർപ്പാപ്പയുടെ മുന്നിൽ കറുകുറ്റി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ യോഗത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം മതഭീകര തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കേന്ദ്ര സർക്കാർ ഇവിടെ കാശ്മീരും അതുപോലെ തന്നെ ചൈനയുടെ അതിർത്തിയിലെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഏക്കർ കണക്കിന് കിലോമീറ്ററോളം വരുന്ന ചതുരശ്ര കിലോമീറ്ററോളം വരുന്ന സ്ഥലങ്ങൾ പാകിസ്ഥാൻ അതുപോലെ അഫ്ഗാനിസ്ഥാനും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ പിടിച്ചടക്കപ്പെടുമ്പോൾ അവരൊരു കൈയും കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പത്രസമ്മേളനം നടത്തുമ്പോൾ പ്രധാനമന്ത്രി പറയുന്നു, ഈ ഇന്ത്യയുടെ ഒരു തരി മണ്ണ് പോലും ഒരു തുണ്ട് ഭൂമി പോലും നമ്മുടെ നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെടുന്നില്ല. ഇവിടെ തികച്ചും സമാധാനപരവും അതുപോലെ തന്നെയുള്ള ശാന്തി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഭാരതത്തിലുള്ളത് എന്നുള്ളതാണ് പത്രസമ്മേളനം നടത്തുമ്പോൾ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷായും പറയുന്നത്. പക്ഷേ ഇന്നലത്തെ കാഴ്ച വളരെ ഭീകരമായിരുന്നു. 29 പേരാണ് നമ്മുടെ ഇന്ത്യയുടെ ഈ മക്കളായിട്ടുള്ള 29 പേരാണ് വെടിവെച്ച് കൊന്നത്. നമുക്കറിയാം, അദ്ദേഹം ആ ഒരു പട്ടാള മേധാവിയുടെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ആ മത തീവ്രവാദി അദ്ദേഹത്തിന് മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഹിന്ദുവാണോ എന്ന് ചോദിച്ചു. ഹിന്ദു അല്ല എന്ന് പറയുന്ന പക്ഷം ഇസ്ലാമിൻ്റെ ശ്ലോകം ചെല്ലാൻ പറഞ്ഞു. ആ ശ്ലോകം ചെല്ലാൻ കിട്ടാതായപ്പോഴാണ് ഈ അദ്ദേഹത്തെ തുരിതര വെടിവെച്ചത്. അങ്ങനെ ആണുങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് വെടിവെച്ചുകൊണ്ട് ഉള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഭീകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള രാമചന്ദ്രൻ എന്ന് പറയുന്ന 65 വയസ്സുള്ള എടപ്പള്ളിയിലുള്ള ഒരു സുഹൃത്ത് ഇപ്പോൾ ഞാൻ അറിയുന്നു കറുകുറ്റിക്കാരനായിട്ടുള്ള ജനനം കൊണ്ട് കറുകുറ്റിക്കാരനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തിത്വവും ഈ ഭീകരവാദികളുടെ ആക്രമണത്തിന് മുന്നിൽ നിശ്ചലനായിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇത് ശക്തമായി പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇന്നത്തെ DCC ആഭിമുഖ്യത്തിൽ KPC ആഭിമുഖ്യത്തിൽ ഇങ്ങനൊരു പ്രതിഷേധ ഒരു ജ്വാല അവിടെ സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ എന്നും എക്കാലത്തും പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം, രാഷ്ട്രീയ സംവിധാനമാണ്, ഭരണ സംവിധാനമാണ് ഉണ്ടായിട്ടെങ്കിൽ ഇന്ന് BJP ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ എല്ലാം അടിയറ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് ഉള്ളത്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലടക്കം സവർക്കടക്കമുള്ള ആളുകൾ
ഭീകരവാദത്തെ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് അവരുടെ ഷൂ തക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ദയനീയമായ കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്, ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ BJP സർക്കാരിനെ സംബന്ധിച്ച് ഇതിലപ്പുറം ചെയ്യാൻ പോകുന്ന ഒരു സർക്കാരാണ് എന്ന് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രതിഷേധ ജ്വാലയ്ക്ക് എല്ലാവിധ ഇവിടെ വന്നിട്ടുള്ള എല്ലാ സമരഭടന്മാർക്കും കോൺഗ്രസിൻ്റെ സമരഭടന്മാർക്കും എല്ലാവിധ അഭിവാദ്യം നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഏത് ജാതിയിൽപ്പെട്ടു എന്നുള്ളത് ചോദിച്ചുകൊണ്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്, അതും ആണുങ്ങളെ മാത്രം. ഈ ഗവൺമെൻറ് ജനങ്ങളുടെ ഒപ്പമല്ല. അത് തീവ്രവാദി ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഡിഫൻസ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷേ അതൊന്നും വിനിയോഗിക്കാതെ ഈ ഫണ്ടുകളൊക്കെ പല രീതിയിൽ ചെലവാക്കിക്കൊണ്ട് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഫണ്ടുകൾ വേറെ രീതിയിൽ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ സുരക്ഷിത കാത്തു സൂക്ഷിക്കേണ്ട ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. ഇതിന് നമ്മുടെ ഗവൺമെൻറ്റുകൾ ആയിരുന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് അടിച്ചമർത്തുവാൻ കോൺഗ്രസ് ശ്രദ്ധിച്ചിട്ടുണ്ട്. പരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തത്. നമുക്കറിയാം, ലോകം ആദരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അകാലമായ നിര്യാതനം ഈ ലോകത്തെമ്പാടും ജനങ്ങളെ ഏറെ ദുഃഖിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നേരത്തെ ഇവരെ സൂചിപ്പിച്ചതുപോലെ ലോകം ആദരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ 135 കോടി ക്രൈസ്തവരുടെ പരമ മേലധ്യക്ഷൻ മാത്രമല്ല, എല്ലാ മതവിഭാഗത്തെയും എല്ലാ രാഷ്ട്രീയ നേതൃത്വവും അംഗീകരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ ലോകത്തിനെമ്പാടും വലിയ തീരാ നഷ്ടമാണ് എന്ന് ഇന്ന് ലോകരാജ്യത്തിലെ എല്ലാ നേതൃത്വവും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.